നമസ്കാരം. അമേരിക്കയിൽ ഗ്രീൻ കാർഡ് അതുപോലെ തന്നെ H1B, F1 വിസകളുള്ളവർ വിദേശത്തു നിന്ന് മടങ്ങിയെത്തുമ്പോൾ പരിശോധനകളും ചോദ്യം ചെയ്യലും കർശനമാക്കിയതോടെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് തലവേദനയേറിയ അവസ്ഥയാണ്. ഗ്രീൻ കാർഡ് എന്നാൽ ഒരു വ്യക്തിക്ക് അനിശ്ചിതകാലം അമേരിക്കയിൽ തങ്ങാനുള്ള അവകാശമല്ലെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ് അടുത്തിടെ വ്യക്തമാക്കുക കൂടി ചെയ്തതോടെ പലരും ആശങ്കയിലാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഇമിഗ്രേഷൻ പരിശോധനകൾ വളരെയേറെ കർശനമാക്കിയിട്ടുണ്ട്. കോവിഡിന് മുമ്പുള്ള കാലങ്ങളിൽ അപേക്ഷകളുടെ എണ്ണത്തിൽ ഗണ്യമായ രീതിയിൽ വർധനവ് വന്നിരുന്നു. 2023-24 വർഷമായതോടെ അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. 2023-24 വർഷത്തിൽ 4.01 ലക്ഷം F1 വിസകളാണ് അമേരിക്ക അനുവദിച്ചത്. അതിന് തൊട്ട് മുമ്പുള്ള വർഷം 4.45 ലക്ഷം F1 വിസകളും ഇഷ്യൂ ചെയ്തു. അതേസമയം അനധികൃത കുടിയേറ്റത്തിനെതിരെ കർശന നടപടികളുമായി ട്രംപ് മുന്നോട്ടു പോകുന്നതിനിടെ അമേരിക്കയിൽ വന്നിറങ്ങുന്ന സന്ദർശകരോടും ബോർഡർ പോലീസ് കർശന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന മുന്നറിയിപ്പും ഇതിനോടകം തന്നെ പുറത്തുവരുന്നുണ്ട്. നിരവധി ചോദ്യങ്ങൾ ചോദിക്കുകയും തിരിച്ചയക്കുകയും വരെ ചെയ്തേക്കാം. ഒരുപക്ഷെ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനും സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. നിയമവിധേയമായി കുടിയേറിയവരോടും വിദേശ സഞ്ചാരികളോടും ഒരു തരം ശത്രുതാ മനോഭാവത്തോടെയുള്ള സമീപനമാണ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്നതെന്ന് ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ സന്ദർശകർക്കുള്ള ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങളിൽ ചില മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ആരെങ്കിലും നിയമങ്ങൾ ലംഘിച്ചാൽ അറസ്റ്റിനും തടവിനും സാധ്യതയുണ്ടെന്നും അതിൽ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെയുള്ള നിർദ്ദേശത്തിൽ അമേരിക്കൻ അധികൃതർ എൻട്രി നിയമങ്ങൾ നടപ്പിലാക്കും എന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. ചില സന്ദർഭങ്ങളിൽ ട്രംപ് വിരുദ്ധ വികാരം പ്രകടിപ്പിച്ചവരെ തിരിച്ചയച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം UK-യിലേക്കുള്ള എല്ലാ വർക്ക് വിസകൾക്കും ആവശ്യമായ മിനിമം വേതനം 38,700 പൗണ്ട് ആക്കാനുള്ള നീക്കം തിരിച്ചടിക്കുമെന്ന് ബ്രിട്ടീഷ് വ്യാപാര വ്യവസായ മേഖലയിലെ പ്രമുഖരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആവശ്യമുള്ള സ്കിൽഡ് വർക്കർമാരെ നിയമിക്കാൻ ഇപ്പോൾ തന്നെ ഏറെ ക്ലേശിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഈ നിയന്ത്രണം കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. നിലവിൽ UK-യിലേക്ക് വർക്ക് വിസ ലഭിക്കണമെങ്കിൽ ചുരുങ്ങിയത് 38,700 പൗണ്ടെങ്കിലും വേതനം ആവശ്യമാണ്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിസയുടെ കാര്യത്തിലും തർക്കം നിലനിൽക്കുന്നത്. എന്തായാലും ഇന്ത്യക്കാരെ വളരെയധികം ഇത് ബാധിക്കും എന്നും അറിയുന്നുണ്ട്. ട്രംപ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടികളാണ് തങ്ങൾ സ്വീകരിക്കുക എന്നത്. അതുതന്നെ അനുവർത്തിക്കുകയാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഇമിഗ്രേഷൻ പരിശോധനകൾ വളരെയേറെ കർശനമാക്കിയ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അപേക്ഷകരുടെ എണ്ണത്തിൽ ഗണ്യമായ രീതിയിൽ കുറവ് വന്നിരുന്നു. അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ പോലും സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. എന്തായാലും വിനോദസഞ്ചാരികളെ പോലും ഒരുതരം ശത്രുതാ മനോഭാവത്തോടെ കാണുന്ന സമീപനമാണ് ഇവിടുത്തെ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ആരോപിക്കുന്നവർ പറയുന്നത്.